ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്ലോബലൈസേഷൻ വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു LPG റിഫോംസ് വന്നതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് ഒക്കെയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോ നമ്മളിപ്പം ഒരു എക്സാം എഴുതി കഴിഞ്ഞാലൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് ഏത് ഭാഗത്താണ് വീക്ക്നെസ്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു എക്സാം എഴുതി കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു എക്സാം തന്നെയായിരുന്നു ഈ പറയുന്ന LPG റിഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ ആ LPG റിഫോംസിൽ ഇന്ത്യയുടെ ആഫ്റ്റർ ഇഫക്ട്സ് എന്തൊക്കെയാണ്, അതായത് ഇന്ത്യൻ ഇക്കോണമി അത് എങ്ങനെയൊക്കെയാണ് ബാധിച്ചെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആയിട്ടുള്ള, അതായത് ഫൈനൽ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളിൽ ഒന്നാണ്. ഓക്കെ, അപ്പോ നമുക്കൊരു കാര്യം അറിയാം. നമ്മുടെ ഒരു ഇക്കോണമിയുടെ ഗ്രോത്ത് എപ്പോഴും എക്കണോമിക്സിൽ കണക്കാക്കുന്നത് ഓൺ ദി ബേസിസ് ഓഫ് GDP ആണ്, അല്ലെ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഇക്കോണമിയുടെ വളർച്ച മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ 1991 ആക്ച്വലി നമ്മുടെ LPG റിഫോംസ് അഥവാ ന്യൂ ഇക്കണോമിക് പോളിസി കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ GDP കൂടിയോ കുറഞ്ഞോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റാപ്പിഡ് ഗ്രോത്ത് ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതായത് പെട്ടെന്നുള്ള ഒരു വളർച്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിപ്പം ഒന്നോ രണ്ടോ വർഷങ്ങളല്ല, ഏകദേശം 10 കൊല്ലത്തോളം, ഒരു ഡീക്കേഡോളം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇന്ത്യയുടെ GDP ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു സമയത്ത് ഏത് മേഖലയ്ക്കാണ് കൂടുതൽ വളർച്ച കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ പറയണം അത് സർവീസ് സെക്ടറിനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 3 മേഖലകളുണ്ട്, അല്ലെ? അഗ്രികൾച്ചറൽ സെക്ടർ അഥവാ പ്രൈമറി സെക്ടർ ഉണ്ട്, അതുപോലെ നമുക്ക് സെക്കൻഡറി സെക്ടർ ഉണ്ട്, ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ടെറിഷറി സെക്ടർ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായത് എവിടെയാന്ന് ചോദിച്ചാൽ അത് ഈ ടെറിഷറി സെക്ടറിൽ അഥവാ നമ്മൾ പറയുന്ന സർവീസ് സെക്ടറിലാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. എന്നാൽ പ്രൈമറി സെക്ടർ അഥവാ അഗ്രികൾച്ചറൽ സെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വളർച്ച കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ആ ഒരു വളർച്ച കുറഞ്ഞു വരുന്നതായിട്ടും സർവീസ് സെക്ടർ കൂടി, അതായത് GDP-യിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സർവീസ് സെക്ടർ ആണ്. അപ്പൊ സർവീസ് സെക്ടറിന്റെ വളർച്ച ഇങ്ങനെ കൂടി വരികയാണ്. അതേസമയം അഗ്രികൾച്ചർ സെക്ടർ ആണെങ്കിൽ കുറഞ്ഞു വരികയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ കിടപ്പുണ്ടല്ലോ, ഇൻഡസ്ട്രിയൽ സെക്ടർ അഥവാ നമ്മൾ പറയുന്ന സെക്കൻഡറി സെക്ടർ. അപ്പൊ സെക്കൻഡറി സെക്ടറിന് ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവരിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളർച്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല, ഇനി തകർച്ചയാണോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഒരു മീഡിയം ബേസിൽ അവരിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ എപ്പോഴും നമ്മൾ ഗ്രോത്ത്, ഒരു ഇക്കോണമിയുടെ ഗ്രോത്ത് നമ്മൾ കണക്കാക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് GDP ആണ്. അപ്പൊ ആ GDP ഇന്ത്യക്ക് പോസ്റ്റ് 1991, അതായത് 1991 ശേഷം അത് കൂടിയോ കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൂടിയെന്ന് പറയുക. പക്ഷേ അവിടെ കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആര് തന്നെയാണ്? അത് സർവീസ് സെക്ടർ ആണ്. അഗ്രികൾച്ചർ കുറഞ്ഞു വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു സമയത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള FDI അതുപോലെ തന്നെ FII പോലത്തുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ആ ഒരു വളർച്ചയെ നമുക്ക് കാണാൻ പറ്റും. FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് ഏതെങ്കിലും ഫോറിൻ ആയിട്ടുള്ള ആൾക്കാർ ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അഥവാ FDI എന്ന് പറയാം. എന്നാൽ അതിന് പകരം മ്യൂച്വൽ ഫണ്ടില് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഷെയർ മാർക്കറ്റിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കാം, FII എന്ന് പറയാം. നിങ്ങൾ ചിലപ്പോ ഈ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പരസ്യമൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും, ഈ മ്യൂച്വൽ ഫണ്ട് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് മ്യൂച്വൽ ഫണ്ട് ഒക്കെ പുറത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് വേറൊരു രാജ്യത്തെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനെ നമുക്ക് വളരെ ബൾക്കായിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കാം. അപ്പോ ഇന്ത്യയില് ഇത്തരത്തിൽ ആ ഒരു എക്കോണമി നമ്മൾ നേരെ പഠിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് ബിഫോർ 1991 വാസ് എ ക്ലോസ്ഡ് ഇക്കോണമി, അല്ലെ? പക്ഷെ അതിനുശേഷം അത് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുത്ത് പിന്നീട് അതൊരു ഓപ്പൺ ഇക്കോണമി ആവുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഈ ക്ലോസ്ഡിൽ നിന്ന് ഓപ്പൺ ആയിട്ട് മാറുമ്പോൾ അവിടെ പെട്ടെന്ന് ഉണ്ടാവുന്ന ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകളും ഒക്കെ കൂടി എന്നുള്ളതാണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ ആദ്യത്തെ ആ ഒരു അവസ്ഥ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അല്ലെ? 2 ആഴ്ചത്തേക്ക് പോലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇല്ലാത്തൊരവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഈ രാജ്യത്തിനകത്ത് തന്നെ നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളുടെ കറൻസികൾ സൂക്ഷിക്കും.
അപ്പൊ അതിന്റെ ഒരു ശേഖരത്തെയാണ് നമ്മൾ കരുതൽ ശേഖരം എന്നൊക്കെ പറയുന്നത്. വിദേശ നാണ്യങ്ങളുടെ ശേഖരമാണത്. അപ്പൊ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് നമ്മൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു LPG റിഫോംസിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെയൊക്കെ അളവ് കൂടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓട്ടോ പാർട്ടുകൾ, നമ്മൾ ഈ ഓട്ടോമൊബൈൽസിന്റെ പാർട്ടുകൾ കയറ്റി അയക്കുന്നതിലും എഞ്ചിനീയറിംഗ് ഗുഡ്സ്, IT സോഫ്റ്റ്വെയർ, ടെക്സ്റ്റൈൽ പോലത്തുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നല്ല രീതിക്ക് പ്രൊഡ്യൂസ് ചെയ്ത് അതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ കയറ്റി അയക്കുകയാണ് അല്ലെ, മറ്റു രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില കൂടുന്നതാണ്. കാരണം നിങ്ങൾക്കറിയാം, ഒരു രാജ്യത്ത് നല്ല ജീവിത നിലവാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും സാധനങ്ങൾക്കൊക്കെ വില കൂടുതലായിരിക്കും. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്യണം അല്ലെ. അപ്പൊ അത് കൺട്രോൾ ചെയ്യാനും ആ സമയത്ത് നമ്മുടെ എന്താണ് ഈ പറയുന്നത് പോലെ നല്ല രീതിക്ക് സാധനങ്ങളുടെ വില കൂടുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. അതായത് ഇൻഫ്ലേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. അത് കഴിഞ്ഞ ഒരു ഇൻഫ്ലേഷൻ, അതായത് പലതരത്തിലുള്ള ഇൻഫ്ലേഷനുകൾ ഉണ്ട്, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്നും അങ്ങനത്തെ ഉള്ള പല ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പം FDIയും FIIയും കൂടി, അത് കൂടാതെ എക്സ്പോർട്ട് കൂടി ഇൻഫ്ലേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ ഇതിന് ക്രിറ്റിസിസം ഒന്നും തന്നെ ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇതിന് അവർ ഒരുപാട് ക്രിറ്റിസിസം കേട്ടിട്ടുണ്ട്. കാരണം അന്ന് നമ്മുടെ ഇക്കോണമി ഫേസ് ചെയ്തുകൊണ്ടിരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരം കാണാതെ പോയി എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് തന്നെയായിരുന്നു. അതായത് അന്നത്തെ കാലത്ത് ഈ 1991 സമയത്ത് നമുക്ക് ഇതൊന്നും അല്ല ഇമ്പോർട്ടന്റ്, മറ്റു ചില കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിന് സാധിച്ചില്ല. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇക്കോണമിയുടെ പ്രശ്നങ്ങൾ, ഇപ്പം പോവർട്ടി പോലുള്ള, അൺഎംപ്ലോയ്മെന്റ് പോലുള്ള പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ ഈ റിഫോമുകൾക്ക് സാധിച്ചില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പൊ അത് ഓരോന്നും ഏതൊക്കെ മേഖലയിലാണ്, എങ്ങനെയൊക്കെയാണ് അഫക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് എടുത്ത് പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗം കൂടെയാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ആദ്യം നമുക്ക് പറയാനുള്ളത് ഗ്രോത്തും എംപ്ലോയ്മെന്റും തന്നെയാണ്. അപ്പൊ GDPയുടെ ഗ്രോത്ത് റേറ്റ് ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞല്ലോ, അത് ഓരോ സമയങ്ങളും കൂടി വരികയായിരുന്നു അല്ലെ. ഏകദേശം ഒരു 10 കൊല്ലത്തോളം അത് കണ്ടിന്യൂസ് ആയിട്ട് കൂടി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ GDP കൂടി എന്നും പറഞ്ഞ് ഒരു രാജ്യത്തിനകത്ത് എംപ്ലോയ്മെന്റ് കൂടുവോ? എംപ്ലോയ്മെന്റ് കൂടുമെന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലെ. GDP കൂടാം, പക്ഷെ എംപ്ലോയ്മെന്റ് കൂടാൻ സാധ്യതയില്ല. അപ്പൊ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാതെ ഉള്ള ഒരു GDP ഗ്രോത്ത് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിനെ നമ്മളൊരു പേര് വിളിക്കും. ഇതിന്റെ പേരാണ് ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ജോബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോബ് ഇല്ല, പക്ഷെ വളർച്ചയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർച്ചയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ജോബ്ലെസ് ഗ്രോത്ത്. അതായത് ഗ്രോത്തും എംപ്ലോയ്മെന്റും ഉണ്ട്, ഗ്രോത്ത് ഉണ്ട് പക്ഷെ എംപ്ലോയ്മെന്റ് ഇല്ലാത്തൊരവസ്ഥ. അതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഒരു രാജ്യത്തെ GDP കൂടുന്നതിനനുസരിച്ച് ഈ പറയുന്ന എംപ്ലോയ്മെന്റും കൂടെ കൂടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു രാജ്യം പൂർണ്ണമായിട്ടുള്ള, അല്ലെങ്കിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടത്തുള്ളൂ അല്ലെ. പക്ഷെ അതിവിടെ സംഭവിച്ചില്ല എന്നുള്ളത് അതിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ഇപ്പൊ GDPയുടെ കേസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, GDP ഉണ്ടായിരുന്നു, കൂടി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ GDP ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏത് സെക്ടറിലാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും സർവീസ് സെക്ടറിലാണ് അല്ലെ. സർവീസ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇപ്പൊ ഈ റിഫോം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ അഗ്രികൾച്ചറിനെ ഹെൽപ്പ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അഗ്രികൾച്ചറിനെ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഇപ്പൊ അഗ്രികൾച്ചർ സെക്ടറിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും, അതായത് ഇൻഫ്രാസ്ട്രക്ചർ പോലത്തുള്ള സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ കുറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. ഇതെല്ലാം ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എല്ലാം എന്താണ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ പണ്ട് വളങ്ങൾക്കൊക്കെ സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പാചകവാതകം അല്ലെ, നമ്മുടെ ഗ്യാസ് ഉണ്ടല്ലോ, ഈ ഗ്യാസിനൊക്കെ പണ്ട് സബ്സിഡി ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സബ്സിഡി എന്ന് പറയുന്ന സാധനം പണ്ട് വളങ്ങൾക്കൊക്കെ കിട്ടുമായിരുന്നു. ഫെർട്ടിലൈസേഴ്സ്, ഇപ്പൊ കെമിക്കൽ ആയിക്കോട്ടെ, ബയോളജിക്കൽ ഫെർട്ടിലൈസേഴ്സിനൊക്കെ പണ്ട് സബ്സിഡി കിട്ടുമായിരുന്നു. അപ്പൊ ഈ സബ്സിഡി എടുത്ത് കളഞ്ഞതും മറ്റൊരു പ്രശ്നമായി. അതായത് സബ്സിഡി എടുത്ത് കളഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് കൃഷി ചെയ്യണമെങ്കിൽ അത്രയും കൂടുതൽ പൈസ വേണ്ടേ. എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവരെ അഫക്ട് ചെയ്യുന്ന രീതിയായി. അപ്പൊ ഇത് ചെറുകിട കർഷകരെയൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പൊ സബ്സിഡീസ് കുറഞ്ഞു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ സബ്സിഡീസ് എടുത്ത് കളഞ്ഞു എന്നുള്ള കാര്യം മറ്റൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ സാധനങ്ങൾ കയറ്റി അയക്കുന്നതിനാണ് ഇപ്പൊ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് അല്ലെ, എക്സ്പോർട്ടിനാണ്. ഇപ്പൊ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ എന്താണ്, ഈ വലുതായിട്ട് എക്സ്പോർട്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾക്ക് എന്താണ് കൂടുതലും ക്യാഷ് ക്രോപ്പുകളാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ക്യാഷ് ക്രോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോട്ടൺ, ജൂട്ട്, അങ്ങനത്തെ ഉള്ള നാണ്യവിളകൾ, റബ്ബർ പോലത്തുള്ള.
അപ്പൊ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കയറ്റി അയക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, ഈ പറയുന്നത് പോലെ സാധനങ്ങൾക്ക് എന്താണ് വിലയൊക്കെ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അതായത് ആൾക്കാർ കൂടുതലും ക്യാഷ് ക്രോപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ നമ്മുടെ ഭക്ഷ്യ സാധനങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വിലക്കയറ്റം എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക്. കാരണം ക്യാഷ് ക്രോപ്പുകളെല്ലാം ഇവിടുന്ന് ഇങ്ങനെ എന്ത് ചെയ്യാണ്, അവരാണ് കൂടുതലും അത് കൃഷി ചെയ്യുന്നത്, ആൾക്കാർ കൂടുതലും കൃഷി ചെയ്യുന്നത് നാണ്യവിളകളാണ്. അപ്പൊ ഇവിടെ നമുക്ക് അല്ലാതെയുള്ള ഫുഡ് ഗ്രെയിൻസ് കിട്ടാറാവാതായി. അതായത് ഈ പറയുന്നത് പോലെ നമ്മൾ പറയാലോ അരി ഗോതമ്പ് പോലത്തുള്ള സാധനങ്ങളൊക്കെ കിട്ടാറാവാതായി. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പറയുന്ന പോലെ സാധനങ്ങളുടെ വില എന്ത് ചെയ്യാൻ തുടങ്ങി, ഭയങ്കരമായിട്ടും കൂടാൻ തുടങ്ങി എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതാണ് അഗ്രികൾച്ചർ ഫീൽഡിൽ. അപ്പം റിഫോംസ് അഗ്രികൾച്ചറിനെ ഹെൽപ്പ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്തിട്ടില്ല. കാരണം ഇൻവെസ്റ്റ്മെന്റ്, അത് ഈ പറയുന്ന പോലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു, ഫെർട്ടിലൈസർ സബ്സിഡികൾ എടുത്തു കളഞ്ഞു, ക്യാഷ് ക്രോപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ക്യാഷ് ക്രോപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ അളവ് കുറയും അല്ലെ. അപ്പൊ അങ്ങനെ സാധനങ്ങൾക്ക് വില കൂടാൻ തുടങ്ങി. ഇനി അടുത്തതാണ് നമ്മൾ റിഫോംസ് ഇൻ ഇൻഡസ്ട്രി പറയുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ, മാനുഫാക്ചറിങ് സെക്ടറിൽ ചേഞ്ചസ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി, സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങി, അല്ലെ ചേഞ്ച് ആവാൻ തുടങ്ങി, കുറയാൻ തുടങ്ങി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ പുറത്തുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് അകത്ത് വന്ന് അടിയാൻ തുടങ്ങി. അതായത് വളരെ ചീപ്പായിട്ടുള്ള, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ചൈന തന്നെ എടുക്കാം. ഇപ്പം നമ്മള് പല കടകളിലും കയറി എന്തെങ്കിലും സാധനം എടുക്കുമ്പോൾ ഒരു 100 സാധനം എടുത്താൽ അതിലൊരു 60 സാധനം എന്തായിരിക്കും, ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റുകളായിരിക്കും അല്ലെ. അപ്പൊ ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ അത് കുറച്ച് നാളെ വിൽക്കത്തുള്ളൂ, അതുപോലെ തന്നെ കുറച്ച് നാൾ മാത്രം, അത് കുറച്ച് പൈസ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വളരെ ചീപ്പർ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രോഡക്ട്സിന്റെ ഒക്കെ ഡിമാൻഡ് കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ വേണ്ട ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രികളെ എങ്ങനെയെങ്കിലും ഒന്ന് ബ്രോട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ലാത്തൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പവർ സപ്ലൈ പോലത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാവുകയാണ്. അതിന്റെ ഒരു കാര്യം നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സിരിസില്ല ട്രാജഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു പിപിടിയുടെ ഏറ്റവും ഫൈനലിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യക്ക് എന്താണ് ഇപ്പോഴും ഈ ഡെവലപ്ഡ് കൺട്രീസിലെ മാർക്കറ്റിലോട്ട് കയറി കൂടാനായിട്ട് പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എന്താണ് ഈ നോൺ താരിഫ് ആയിട്ടുള്ള, അതായത് കോട്ട ബേസ്ഡ് ആയിട്ടുള്ള എന്താണ് ഈ റെസ്ട്രിക്ഷൻസ് അവർക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് അത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക്. ഇപ്പോ നിങ്ങളൊരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ അമേരിക്ക പോലത്തുള്ള രാജ്യങ്ങൾക്ക് സുഖമായിട്ട് മറ്റു ചെറിയ ചെറിയ രാജ്യങ്ങളുടെ മേലെ ഇടപെടാനായിട്ട് പറ്റും. പക്ഷെ നേരെ തിരിച്ചു വന്ന് ചിന്തിച്ചേ, ഇന്ത്യക്ക് അതുപോലെ കയറി എന്താണ് ട്രേഡ് കാര്യങ്ങളിൽ അമേരിക്കയിൽ പോയി ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഇൻഡസ്ട്രിയിൽ എന്താ സംഭവിച്ചത്, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഗവൺമെന്റ് അതിന്റെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം മറ്റൊരു കമ്പനിക്ക് വിട്ടുകൊടുക്കുകയോ അല്ലെ പൂർണ്ണമായിട്ട് ആ സാധനത്തെ ഒരു പ്രൈവറ്റ് കമ്പനിയാക്കി മാറ്റുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഗവൺമെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യും. എന്തിനാണ്, ഈ പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകളിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാ വർഷവും ഗവൺമെന്റ് എന്ത് ചെയ്യും, ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യും എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ 1000 കോടി കിട്ടേണ്ട ഒരു കമ്പനി ആയിരിക്കും, പക്ഷെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 കോടിക്കൊക്കെ ആയിരിക്കും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനികൾക്ക് വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അണ്ടർ വാല്യൂ ചെയ്യുന്ന ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. അതായത് വളരെ കുറഞ്ഞ പൈസക്കാണെങ്കിൽ പോലും ഇപ്പൊ 500 കോടിക്കാണെന്നുണ്ടെങ്കിൽ 500 കോടിക്ക് എന്ത് ചെയ്യും, ഈ സാധനം അങ്ങ് കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. 500 കോടിക്കാണെന്നുണ്ടെങ്കിലും ഈ പ്രൈവറ്റ് സെക്ടർ പബ്ലിക് സെക്ടർ കമ്പനി എന്ത് ചെയ്യും, ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഗവൺമെന്റിന്റെ റവന്യൂ കുറയ്ക്കുന്നതിന്റെ ഭാഗമാകുന്നുണ്ട്. അത് റവന്യൂ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ അതായത് ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതിനെക്കാട്ടിലും ഗവൺമെന്റിന്റെ വരുമാനം കുറയ്ക്കുക എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് അല്ലെ. അപ്പം ആ ഒരു എന്താണ് ഗവൺമെന്റിന്റെ വരുമാനം കുറയുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അതിനെ ഒന്നൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറയുമ്പോൾ എല്ലാ ഗവൺമെന്റിനും അതിൻ്റെതായിട്ടുള്ള ടാർഗറ്റ് ഉണ്ടായിരിക്കും. പക്ഷെ അവർ പലപ്പോഴും അവരുടെ ആ ഒരു കമ്പനിയുടെ മൂല്യത്തെക്കാൾ കുറഞ്ഞ മൂല്യത്തിനായിരിക്കും പ്രൈവറ്റ് സെക്ടറിന് അത് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അടുത്തതാണ് റിഫോംസ് ആൻഡ് ഫിസ്ക്കൽ പോളിസി. ഇനി എങ്ങനെയാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോ നമ്മളൊരു കാര്യം പഠിച്ചായിരുന്നു, ടാക്സ് റേറ്റ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അല്ലെ. ടാക്സ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്.
അപ്പൊ ടാക്സ് കുറയ്ക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റവന്യൂ കിട്ടും. അതുപോലെ തന്നെ ആൾക്കാർ ടാക്സ് കൊടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും അല്ലെ. പക്ഷെ ഇതത്ര സുഖകരമായിരുന്നോ, അല്ലെങ്കിൽ ഇതിന് നല്ല റിസൾട്ട് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് കിട്ടിയില്ല. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല പൈസയുള്ള ആൾക്കാരൊക്കെ എന്താണ്, അവർ ഈ ടാക്സ് കൊടുക്കേണ്ടി വരുമല്ലോ എന്നും പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യത്തില്ല, ഈ ടാക്സിന് ഒഴിഞ്ഞു മാറും. അതിനെയാണ് നമ്മൾ ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാ. അപ്പൊ ആ ഒരു പ്രശ്നമൊക്കെ മാറുമെന്ന് ഇവർ വിചാരിച്ചെങ്കിലും അതൊന്നും നടന്നില്ല എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കാം. പിന്നെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, താരിഫ് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റിഫോം പോളിസികൾ, അതായത് താരിഫുമായിട്ട് ബന്ധപ്പെട്ട റിഫോം പോളിസികൾ എന്ത് ചെയ്യാണ്, നമ്മുടെ വരുമാനം കൂട്ടാത്ത തരത്തിലുള്ള ഒരു ഇതിലേക്ക് മാറി എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പം താരിഫ് കുറയ്ക്കാൻ പറഞ്ഞു അല്ലെ, വേൾഡ് ബാങ്കും IMF പറഞ്ഞ എന്താണ്, താരിഫ് കുറയ്ക്കുക, നമ്മളുടെ ഇന്ത്യൻ എക്കോണമി വേൾഡ് എക്കോണമിയിലേക്ക് തുറന്നിടുക എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ താരിഫ് ഒക്കെ വെച്ചിട്ട് ഇന്ത്യക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ അതും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ആ ഒരു എന്താണ് റിഫോംസിന്റെ ആ ഒരു അസസ്മെന്റ് അല്ലെ ഒരു ആഫ്റ്റർ എഫക്ട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഗ്രോത്തിലും എംപ്ലോയ്മെന്റിലും എന്ത് സംഭവിച്ചു, അഗ്രികൾച്ചറിൽ, ഇൻഡസ്ട്രിയിൽ, അതുപോലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിൽ, ഫിസ്ക്കൽ പോളിസികളിലൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ നോക്കി. ഇനി ഏറ്റവും ഫൈനൽ പാർട്ടിലേക്ക് വരികയാണ്, കൺക്ലൂഷൻ ആണ്. ഇപ്പൊ ഗ്ലോബലൈസേഷൻ, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ, ഇതിന് ഗുണവുമുണ്ട് ദോഷമുണ്ട് അല്ലെ. ഇപ്പൊ ഇന്ത്യക്കായാലും മറ്റു രാജ്യങ്ങൾക്കായാലും ഇതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പൊ ചില ആൾക്കാരെന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ വളരെ വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന പല ടെക്നോളജിയും അതുപോലെ വലിയ വലിയ ഇൻഡസ്ട്രികൾ വരാനും അതുപോലെ തന്നെ നമുക്കിപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല സാധനങ്ങളും നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ ഇതൊക്കെ കിട്ടാൻ ആരാ കാരണക്കാരെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആരായിരിക്കും, നമ്മുടെ ഈ പറഞ്ഞ LPG റിഫോംസ് ആണ്. അപ്പൊ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പൊ പോസിറ്റീവ് പറയാണ്, അതായത് ഗ്ലോബൽ മാർക്കറ്റിലേക്കുള്ള ആ ഒരു വരവും ടെക്നോളജിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ ഇൻഡസ്ട്രീസും ഇതിനെല്ലാം കാരണക്കാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ ആണ്. ഓക്കെ, പക്ഷെ ഇത് നേരെ ഒന്ന് തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്സ് പറയുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഗ്ലോബലൈസേഷൻ സത്യം പറഞ്ഞാൽ ഈ ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോളിസി ആയിട്ടാണ് ചില ആൾക്കാർ ഇതിനെ കാണുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ താരിഫിന്റെ കേസ് തന്നെ എടുക്കാം. ഇപ്പൊ ഇന്ത്യക്ക് അകത്തേക്ക് അമേരിക്ക വരുമ്പോൾ താരിഫ് വളരെ കുറവും, എന്നാൽ തിരിച്ചു പോകുമ്പോഴത്തേക്കും താരിഫ് കൂടിയ അവസ്ഥ, അല്ലെങ്കിൽ താരിഫ് അവിടെയും കുറച്ച് വെക്കണം ഇന്ത്യക്ക്. പക്ഷെ ഇന്ത്യക്ക് ആവശ്യത്തിന് വേണ്ട റവന്യൂ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്ഡ് രാജ്യങ്ങൾ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വെൽഫെയറും അതുപോലെ തന്നെ വെൽഫെയർ അവിടെ ഉറപ്പാക്കാൻ പറ്റും എന്നാണ് അവരവിടെ പറയുന്നത്. ഈ ഡെവലപ്ഡ് രാജ്യങ്ങൾ പറയുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് അതിലൂടെ ഡെവലപ്പ് ചെയ്ത് വരാനും അവർക്ക് വെൽഫെയർ, ആൾക്കാരുടെ വെൽഫെയർ ഉറപ്പാക്കാനും ഒക്കെ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് വ്യത്യാസം അല്ലെ, അപ്പം ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് ഇത് കാരണമായിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതായത് ആൾക്കാരുടെ ഇടയിൽ ഒരു ഗ്യാപ്പ്, അതായത് ഇത് അറിയാവുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരും എന്നുള്ള രീതിയിൽ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു ഗ്യാപ്പ് ഇതുമൂലം ഉണ്ടായി എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ചില പഠനങ്ങളൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1990-കളിൽ നിന്നാണ് അതിന്റെ ഒരു ആദ്യ ഭാഗം തൊട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ കാണാനായിട്ട് പറ്റും എന്ന് പറയുന്നത്. ഇനി ചില ആൾക്കാർ പറയുന്നത് 1980s തൊട്ട് തന്നെ അങ്ങനെയും പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു LPG പോളിസി കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗവൺമെന്റിനെ ആ ഒരു ഫോള് വന്നപ്പോൾ അവരെ താങ്ങി നിർത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന LPG പോളിസിയാണ് അല്ലെ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് എന്ത് കൂട്ടുന്നുണ്ട്, ഇൻകവും അതുപോലെ നമ്മുടെ ജീവിത നിലവാരവും ഒക്കെ കൂട്ടുന്നുണ്ട്. പക്ഷെ അത് ഹൈ ഇൻകം ഗ്രൂപ്പ്സിനാണ് കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത് അല്ലെ. നല്ല പൈസയുള്ള ആൾക്കാർക്കാണ് അത് കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ചില മേഖലകളിൽ സർവീസ് സെക്ടറിലൊക്കെയാണ് GDP കോൺട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ വരുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ, IT, ഫൈനാൻസ്, എന്റർടൈൻമെന്റ്, ട്രാവൽ, ഹോസ്പിറ്റാലിറ്റി സർവീസ്, റിയൽ എസ്റ്റേറ്റ്, ട്രേഡ് പോലത്തുള്ള കാര്യങ്ങളാണ്. അതേസമയം അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ഒക്കെ വരുമ്പോൾ അത് സാധാരണ രീതിയിൽ തന്നെയായിരുന്നു, ഇതായിരുന്നു ഏറ്റവും കൂടുതൽ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം കൺക്ലൂഷൻ ആണ് നമ്മൾ പറഞ്ഞത്, എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് സംഭവം. ഞാൻ നേരത്തെ പറയാന്ന് പറഞ്ഞ ഒരു കാര്യമാണ് സിരിസില്ല ട്രാജഡി. സിരിസില്ല എന്ന് പറഞ്ഞ ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ഇവിടെ ഈ പവർ സെക്ടർ റിഫോമുകൾ ഒരുപാട് കൊണ്ടുവന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ നേരത്തെ ഈ ഫെർട്ടിലൈസറുകൾക്ക്
കർഷകർക്ക് സബ്സിഡി കൊടുത്തതുപോലെ തന്നെ ഈ പവർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സിരിസല്ലയിലുള്ള ആൾക്കാർക്കും സബ്സിഡിയുള്ള റേറ്റുകളായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അതായത് പവർ താരിഫ് ഒക്കെ കൂടി കൂടി അങ്ങനെ എന്ത് ചെയ്യാണ്, അവർക്ക് വളരെ ഒരു സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുത്തോണ്ടിരുന്നതാണ്. അപ്പോഴാണ് പവർ താരിഫ് കൂടുന്നത്, അതായത് താരിഫ് കൂടുന്നു, അതായത് ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയുടെ മേലുള്ള താരിഫ് കൂടുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്മോൾ ഇൻഡസ്ട്രീസിലെ അഫക്റ്റഡ് വർക്കേഴ്സ് എന്ത് ചെയ്തു, ഈ പറയുന്ന വർക്കേഴ്സിനെ അത് നന്നായിട്ട് അഫക്ട് ചെയ്യാണ്, ചെറിയ ചെറിയ ഇൻഡസ്ട്രികൾ. അപ്പൊ ഇത് ആന്ധ്രയിലാണ് കേട്ടോ. ഈ ആന്ധ്രയിലെ സിരിസില്ല ട്രാജഡി ഇതിനൊരു ഉദാഹരണമാണ്. അതായത് എന്താണ് ഈ പറയുന്ന പോലെ വൈദ്യുതിയുടെ താരിഫ് കുറച്ചപ്പോഴത്തേക്കും എന്താണ് അവർക്ക് സബ്സിഡി റേറ്റിൽ സാധനം കൊടുക്കാറായി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും അത് ആന്ധ്രയിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ ആൾക്കാരെയൊക്കെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ എത്ര ജോലി ചെയ്തു എന്നനുസരിച്ചിട്ടാണ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്ത് അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ഇന്നൊരു 3 ഡ്രസ്സാണ് തുന്നുന്നെങ്കിൽ എനിക്ക് 3 ഡ്രസ്സിന്റെ ശമ്പളം മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ പവർ കട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവർക്ക് തുന്നാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന നെയ്ത്തുകാരുടെ ജോലിയായിരിക്കും പോകുന്നത്, അല്ലെ? അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് താരിഫ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ള വരുമാനമാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു ചെറിയ ടൗണില്, സിരിസില്ല എന്ന് പറയുന്ന ടൗണില് ഈ സിരിസില്ല ട്രാജഡി നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതൊരു ചെറിയൊരു പോർഷൻ ആയിട്ടേ കൊടുത്തിട്ടുള്ളൂ, ഇതൊരു കഥ പോലൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആദ്യം LPG എന്താണെന്നും പിന്നെ സിരിസില്ല ട്രാജഡി വരെയുള്ള കാര്യങ്ങൾ, അതിന്റെ റിഫോംസ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.